ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്ട്രോബെറി പുഡിംഗ് ആണ്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിപ്പോൾ സ്ട്രോബെറി പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 2 പെട്ടി ഇതുപോലത്തെ 2 പെട്ടി സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം എടുത്തിട്ടുള്ള സ്ട്രോബെറി നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് സ്ട്രോബെറീസ് എല്ലാതും ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുക്കുകയാണ്. നമുക്ക് ആദ്യം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് സിറപ്പിനുള്ളതും ബാക്കി നമുക്ക് സെപ്പറേറ്റ് വേറെ സിറപ്പ് സ്ട്രോബെറി പീസസ് ഉള്ള സിറപ്പായിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം നല്ലപോലെ അരച്ചെടുത്തുള്ള സിറപ്പാക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം സ്ട്രോബെറീസ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതേപോലെ നല്ല ഫൈനായിട്ടുള്ള സിറപ്പായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ഇതുപോലെ അരച്ചെടുത്തിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തുള്ള സിറപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ബാക്കിയുള്ള സ്ട്രോബെറീസ് ഇല്ലേ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിനി ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ചേർത്ത് ഇതൊരു സിറപ്പാക്കി എടുക്കുന്നുണ്ട്. ഇതിന് സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ സ്ട്രോബെറി പീസസ് ഉണ്ടായിരിക്കും. അതെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്തില്ലേ, അത് നല്ല പ്യുവറായിട്ടുള്ള ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ളൊരു സ്ട്രോബെറി സിറപ്പാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലത്തെ 2 സിറപ്പാണ് 2 പാത്രങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിൻ്റെ പഞ്ചസാര ചേർത്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ശേഷം നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രോബെറിയിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് വെള്ളം പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുക വെച്ചാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സ്ട്രോബെറി മധുരമായി വരണം, ആ പഞ്ചസാരലായിട്ട് യോജിച്ച് വരണം. അതുപോലെ തന്നെ നല്ല തിക്കാവാനായിട്ട് പാടില്ല. തിക്കായി കഴിഞ്ഞ് നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ വെള്ളം പോലെ ആവരുത്, എന്നാൽ കുറച്ച് തിക്കും വേണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സിറപ്പ് കണ്ടില്ലേ, അത്യാവശ്യത്തിന് തിക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രോബെറീസൊക്കെ ഞാൻ ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ അതിലൊക്കെ നല്ല മധുരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും പഞ്ചസാരയും സ്ട്രോബെറി ആയിട്ട് ഒന്ന് ചേർന്ന് വന്നിട്ടുണ്ട്, യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് കേട്ടോ അതിപ്പോൾ ഒന്ന് ചെയ്യണത്. നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ഹൈ ഫ്ലെയിം ആയാലും കുഴപ്പമില്ല, നമ്മൾ അടുത്ത് നിൽക്കുന്നില്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തോളൂ. അപ്പോൾ ഇത് സ്ട്രോബെറി പീസസ് ഇട്ടിട്ടുള്ള സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി നമുക്ക് അടുത്ത സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് നിറവില്ല കേട്ടോ, ഇച്ചിരി കുറവുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ സിറപ്പ് നല്ല കട്ടിയിട്ട് പോകാനും പാടില്ല, അതിന് തീരെ വെള്ളമാവാനും പാടില്ല. നമ്മൾ സ്ട്രോബെറിയും അതുപോലെ തന്നെ പഞ്ചസാര നല്ലപോലെ യോജിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി തിക്കായി വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇളക്കുമ്പോൾ തന്നെ ഇച്ചിരി തിക്നെസ് തോന്നും, കുറച്ച് കഴിഞ്ഞ് ഇളക്കുമ്പോൾ ഇച്ചിരി തിക്നെസ് തോന്നും, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ, തിക്കായി വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ സിറപ്പ് ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ശേഷം ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ എസെൻസ് ചേർക്കാം. 1 ടീസ്പൂൺ സ്ട്രോബെറി എസെൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പില്ലേ, ഫൈനായിട്ട് അരച്ചെടുത്തുള്ളത് ഈ ഒരു സിറപ്പ് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഇനി ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. വീണ്ടും നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള സിറപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇങ്ങനെ ഞാൻ 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീം ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കമത്തി പിടിച്ചാലും അത് ഒഴുകി വരുന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുകയാണെങ്കിൽ. ഇങ്ങനെ വേണം നമ്മൾ ബീറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇത് ഷുഗർ സിറപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സിറപ്പിൻ്റെ ഒരു പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അത് സ്ട്രോബെറിയുടെ ഫ്ലേവർ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ വേണ്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് വെള്ളമാണ്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, ഈ ഒരു അളവിലാണ് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ പഞ്ചസാര അലിയിച്ചെടുക്കാം. അപ്പോൾ അലിയിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. ബ്രെഡ് എടുക്കുമ്പോൾ ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അത് നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ 4 സൈഡും ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് എല്ലാ ബ്രെഡ് സ്ലൈസസും ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് പറയുകയാണെങ്കിൽ നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏത് പാത്രമായാലും കുഴപ്പമില്ല. എൻ്റെ ഇപ്പോൾ ഈ പാത്രമാണ് സെറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ ഇത് എടുത്തു എന്ന് മാത്രം. ഇതിലേക്ക് ആദ്യം നമ്മൾ ഈ സ്ട്രോബെറിയുടെ പീസസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പില്ലേ, അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലേക്കും, ഒരു പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം ഇതിലേക്ക് ബ്രെഡ് സ്ലൈസസ് വയ്ക്കാനായിട്ട് നോക്കാം. നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ സൈഡും കവർ ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കടയിൽ ഞാൻ പകുതി ബ്രെഡ് ആക്കിയിട്ട് ഒരു പീസ് ഇവിടെയും ഈ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകളിൽ നമുക്ക് വേറൊരു ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അതിൻ്റെ ഉള്ളിലും വെക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ഒരു ഗ്യാപ്പ് ഇടരുത്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം എടുക്കുമ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് 2 മണിക്കൂറിന് ശേഷമൊക്കെ എടുത്ത് കഴിക്കുന്ന സമയത്ത്, സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് സെറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് പൊളിഞ്ഞ് വരുന്നില്ല. കറക്റ്റ് ഒരു ഇതിൽ തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കടലേ ഒരു പീസസ് അങ്ങനെ വെറുതെ ഇടരുത്. ചെറിയ ചെറിയ ബ്രെഡ് പീസസൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിലേക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ആ റൗണ്ട് ഷേപ്പ് മൊത്തത്തിൽ കവർ ചെയ്ത് വരണം. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ബ്രെഡ് സ്ലൈസസ് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിനി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോബെറി പീസസ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു സിറപ്പില്ലേ, അത് ഈ ബ്രെഡ് സ്ലൈസസിൻ്റെ എല്ലാ സൈഡിലും അവിടെ ഇവിടെയൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം നമുക്കിനി ഇതിലേക്ക് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ചേർക്കാനായിട്ട് നോക്കാം.
ശേഷം അടുത്ത ലെയർ സെറ്റ് ചെയ്യാനുള്ള ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൈഡും കവർ ചെയ്യുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെ ചെറിയ ചെറിയ പീസസ് വെച്ചാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാനായിട്ട് നോക്കാം. അതിനുശേഷം സ്ട്രോബെറി പീസസ് ആക്കി വെച്ചിട്ടുള്ള സിറപ്പില്ലേ അത് ചേർക്കാനായിട്ട് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ആ സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ചേർക്കാനായിട്ട് നോക്കാം. ഫൈനലി ഇതിലേക്ക് സ്ട്രോബെറി പീസസ് ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിറപ്പില്ലേ അത് ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ച് ഡിസൈനായിട്ടൊന്നും ചെയ്യണില്ല കേട്ടോ. നിങ്ങൾക്ക് ഡിസൈനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്ട്രോബെറി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത് സെർവ് ചെയ്താൽ മതി കേട്ടോ. ഈ തണവോട് കൂടി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. വളരെയധികം സിമ്പിളാണ് അല്ലേ. ഉണ്ടാക്കാനാണെങ്കിൽ വലിയ സമയം വേണ്ട, അതുപോലെ തന്നെ വലിയ പണിയൊന്നുമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നിങ്ങളിത് വരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.